കാര്യം ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ക്ലിപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് പൈത്തന്റെ ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. അത് മെയിൻ ലൂപ്പിലല്ലേ വരണ്ടേ? അതാ ഞാൻ നോക്കുന്നത്. അത് മെയിൻ ലൂപ്പിലാ വരണ്ടേ? മനസ്സിലായല്ലോ? വേറെ തരട്ടെ, വേറെ തരട്ടെ. 1 2 3 4 5 6 7 8 9 10. ഇവിടെ 4 റോയെ വരുന്നുള്ളൂ. കാരണം ഇനി അടുത്ത് വരുമ്പോൾ 11 12 എന്നൊക്കെ പറയുമ്പോഴേ 2 നമ്പേഴ്സ് വരുമ്പോ അങ്ങ് തള്ളിയേ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത് 10 വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ 4 റോ മതി. അടുത്ത കൂടെ നോട്ട് ചെയ്തോ. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5. അത് 5 റോ തന്നെ ഉണ്ട്. കറക്റ്റാണോ ടീച്ചർ? അല്ല, ചെയ്തോ എന്താണെന്നറിയാമോ? എപ്പോഴും കറക്റ്റ് ആയിട്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടിയാൽ ശരിയാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്താണ് അവിടെ വന്ന മിസ്റ്റേക്ക് എന്നുള്ളത് അറിയാൻ പറ്റും. മനസ്സിലായോ? ചെയ്തോ. ഞാനത് അതുകൊണ്ട് ഞാൻ ഒരു ഫ്രീഡം തന്നതാണ്. ചെയ്തോ. ഞാൻ എല്ലാത്തിലും കയറി ഇന്റർപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. തെറ്റിയ കൊണ്ടൊക്കെ തെറ്റിയ എന്ത് മിസ്റ്റേക്ക് വരുമല്ലേ, നമ്മൾ കറക്റ്റ് ചെയ്യും. അത്രയല്ലേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചെയ്തോ. അതല്ലേ നമ്മൾ നേരത്തെ ചെയ്തേ. അത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തത്. അതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ ഇതാണ് നേരത്തെ ചെയ്തതെന്ന് പറയാൻ പറ്റൂല. നമ്മൾ നോക്കി വന്ന അതല്ല അല്ലേ? അപ്പൊ ഇത് മനസ്സിലായല്ലോ. എന്താണെന്നറിയാമോ? നമ്മളിപ്പോ ജെ പ്രിന്റ് ചെയ്തപ്പോ ജെയുടെ വാല്യൂ വന്നു അല്ലെ? നേരത്തെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നു? എങ്ങനെയാ പ്രിന്റ് ചെയ്ത? 1 2 3 3 3 അങ്ങനെ പ്രിന്റ് ചെയ്തു. അതിന് ഇപ്പൊ ഇത് വന്നപ്പോ 1 1 2, അതായത് ഓരോ പ്രാവശ്യം എന്താണ് ജെ റീഇനിഷ്യലൈസ് ചെയ്യുവാണ്. വൈൽ ചേഞ്ച് ചെയ്യുന്ന ഔട്ടർ ലൂപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇന്നർ ലൂപ്പ് റീഇനിഷ്യലൈസ് ചെയ്യുവാണ്. കാരണം ഇന്നർ ലൂപ്പിനകത്താണ് ജെ നമ്മൾ 1 കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പൊ ഓരോ പ്രാവശ്യം ഔട്ടർ ലൂപ്പിലോട്ട് വരുമ്പോഴും ജെ റീഇനിഷ്യലൈസ് ചെയ്ത് 1 to i വരെ ആവും. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് വന്നത് 1 1 2. മനസ്സിലായോ? 1 2 3 1 2 3 4 എന്ന് വന്നത്. അതേ സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 2 3 4 5 6 7 8 9 10 എന്നുള്ളതാണ്. അങ്ങനെ ഒരു നമ്പർ നമുക്ക് ഈ ഐയിലും ഇല്ല ജയിലും ഇല്ല. ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി അനന്തര ഒരു വേരിയബിൾ അവിടെ കൊടുക്കാം. അപ്പൊ എന്നോ അല്ലെങ്കിൽ ഏറ്റവും വെള്ളി കൊടുത്ത് i=1 കൊടുത്തില്ലേ? ഏറ്റവും വെള്ളി കൊടുത്തു. അവിടെ a=1 എന്ന് കൊടുത്തു. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ പ്രിന്റ് എന്ത് പറയണം? a പറയണം. എന്നിട്ട് ഈ j=j+1 വേണം. കാരണം എന്താ? അത് ഇന്നർ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളത് അല്ലെ? j=j+1 അവിടെ വേണം. അപ്പൊ ഈ പ്രിന്റ് കഴിഞ്ഞാൽ ഉടനെ എന്ത് a ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ജെ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 ആയി, പിന്നെ 3 ആയി, പിന്നെ 4 ആയി, പിന്നെ 5 ആയി. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് ലൂപ്പിലെയും വേരിയബിളിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല. ഒരു പ്രിന്റ് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? കൊടുത്തോ? a=a+1. ഓക്കെ, a=a+1 കൊടുത്തു. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. 1 കഴിഞ്ഞ് പിന്നെ വരേണ്ട 2, പിന്നെ വരേണ്ട 3, പിന്നെ വരേണ്ടത് 4 5 6 7 8 9 10 വരെ. മനസ്സിലായോ? അപ്പൊ ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യാം. വേറെ അതിനകത്ത് വേറെ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്തോ തെറ്റുണ്ടല്ലോ ടീച്ചർ.
എ പ്ലസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇവിടെ എ പ്ലസ് ഈക്വൽ ടു എ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അവിടെ വേറെ കണ്ടീഷൻ ഒന്നും ഇല്ല. ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യാം. മനസ്സിലായില്ലേ? അത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഒരു പ്രാവശ്യം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയോ? ഗ്രൂപ്പിന്റെ ഒരു ഐഡിയ കിട്ടിയോ? കിട്ടി. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി ഞാനൊരു എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഇട്ട് തരും. ഇന്നോ അല്ലെങ്കിൽ നാളെ ഇട്ട് തരും. നമുക്ക് ഇനി അടുത്ത ഫ്രൈഡേ അല്ലേ ക്ലാസ് വരുന്നത്? അപ്പൊ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ലൂപ്പിങ്ങിലും അതുപോലെ ഈ സ്റ്റേറ്റ്മെന്റും വെച്ചിട്ട് എനിക്ക് ഇടാവുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് നാളെ എന്തായാലും നാളെ ഉറപ്പായിട്ട് ഞാൻ ഇടും. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഇരുന്നിട്ട് തന്നെ ഇരുന്ന് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിയുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്ലാസ് പോകുന്നതെന്നുള്ളത്. അതായത് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് അല്ല, പിന്നെ ഒന്നിൽ ഓൺലൈൻ ക്ലാസ് ലൈവ് ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു ഇത് പ്രോഗ്രാമിംഗ് പഠിക്കണം എന്നുള്ളവർ ഇതിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിംഗ് ചെയ്യാൻ തക്ക രീതിയിലാണ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു പോകുന്നത്. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പ്രോഗ്രാമിംഗ് പഠിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സൗദിയിൽ നിന്നൊരു ടീച്ചറായിരുന്നു. ഓക്കെ, അപ്പൊ അവര് പിന്നെ ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഇതുപോലെ പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞ് കുറെ ലാഗ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? നമുക്ക് വീണ്ടും നമ്മുടെ വർക്കൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റുഡൻസിനും, അതായത് ബിടെക്, പിന്നെ BCA, MCA, MSc, IT അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിംഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. തിയറി പോർഷൻ അങ്ങനെ തിയറി പേപ്പേഴ്സ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. പ്രോഗ്രാമിംഗിൽ C++, ജാവ, ഡാറ്റ സ്ട്രക്ചർ, പൈത്തൺ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെയാണ്, പ്രോഗ്രാമിംഗ് ക്ലാസ്സുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.